അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. കഴിഞ്ഞ ക്ലാസ്സിൽ സൂറ അത്തക്വീർ 9 ആയത്തുകൾ മനസ്സിലാക്കി. ഇൻഷാ അല്ലാഹ് ബാക്കി വരുന്ന കുറച്ച് ആയത്തുകൾ നോക്കാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വഇദസ് സുഹുഫു നുശിറത്. വാവ് ഉച്ചരിക്കുമ്പോൾ ചുണ്ടുകൾ ഒന്ന് സർക്കിൾ ചെയ്ത് കൊടുക്കുക. ദാലിൻ്റെ കൂടെയുള്ള അലിഫ് മദ്ദിനെ അടുത്ത വേർഡുമായിട്ട് കൂട്ടി ഓതുമ്പോൾ കട്ട് ചെയ്തിട്ട് ഉച്ചരിക്കുക. സ്വാദ് ഇസ്തിഅലാൻ്റെ ലെറ്ററാണ്, തഫ്ഹീം ചെയ്യുക. ഇത്ബാഖിൻ്റെ ലെറ്ററും കൂടിയാണ്. നാവിൻ്റെ ബാക്ക് നല്ലോണം മുകളിലേക്ക് ഉയർത്തിയിട്ട് വേണം ഉച്ചരിക്കാൻ. സ്വാദിന് ശബ്ദ വന്നു 2 ഹർഫുകൾ ഉച്ചരിക്കുന്ന കനം കൊടുക്കുക. ഹ തൊണ്ടയുടെ മധ്യഭാഗം വസത്തുൽ ഹൽക്കാണ് മഖ്റജ്, സൗണ്ടിനെ വ്യക്തമാക്കി കൊടുക്കുക. നുശിറത് റാ ഫതഹയാണ്, ഉയർത്തി ഉച്ചരിച്ച് കൊടുക്കുക. ത കൽക്കലയുടെ ലെറ്റർ അല്ലാത്തത് കൊണ്ട് ഹാഫ് സുക്കൂന് കൊടുക്കാൻ ശ്രദ്ധിക്കുക. താക്കും കാഫിനും സുക്കൂനാവുമ്പോൾ കുറച്ച് എയർ പാസ് ചെയ്യുന്ന സൗണ്ടിൽ നിർത്തി കൊടുക്കുക കേട്ടോ. വാവ് ഉച്ചരിക്കുമ്പോൾ ഇവിടെയും ചുണ്ടുകളൊന്ന് വട്ടത്തിൽ പിടിച്ചിട്ട് ഉച്ചരിക്കുക. ദാലിൻ്റെ കൂടെയുള്ള അലിഫ് മദ്ദിനെ കൂട്ടി ഓതുമ്പോൾ കട്ട് ചെയ്തിട്ട് ഉച്ചരിക്കുക. മീമിൻ്റെ കൂടെ മദ് വന്നു. മദ്ദക്ഷരത്തിന് ശേഷം അതേ വേർഡിൽ തന്നെ ഹംസയും വന്നു. മദ് വാജിബ് മുത്തസിൽ 4 or 5 കൗണ്ട് നിർബന്ധമായിട്ടും നീട്ടിക്കൊടുക്കുക കേട്ടോ. കൂഷിയത്ത് ഇസ്തിഅലാൻ്റെ ലെറ്ററാണ്, തഫ്ഹീം ചെയ്യുക. ഇത്ബാഖിൻ്റെ ലെറ്ററും കൂടിയാണ്. നാവിൻ്റെ ബാക്ക് നല്ലോണം മുകളിലേക്ക് ഉയർത്തിയിട്ട് വേണം ഉച്ചരിക്കാൻ. താ സുക്കൂനിലാണ്, അപ്പോൾ കൽക്കലയുടെ ലെറ്റർ അല്ലാത്തത് കൊണ്ട് ഹാഫ് സുക്കൂന് കൊടുക്കുക. എയർ പാസ് ചെയ്യണ സൗണ്ടും കൊടുക്കുക കേട്ടോ. വഇദൽ ജഹീമു സുഇറത്. വഇദൽ ജഹീം വാവ് ഉച്ചരിക്കുമ്പോൾ ഇവിടെയും ചുണ്ടുകളൊന്ന് സർക്കിൾ ചെയ്ത് കൊടുക്കുക. ദാലിൻ്റെ കൂടെയുള്ള അലിഫ് മദ്ദിനെ കട്ട് ചെയ്തിട്ട് ഉച്ചരിക്കുക. ലാമ് കൽക്കലയുടെ ലെറ്റർ അല്ലാത്തത് കൊണ്ട് ഹാഫ് സുക്കൂന് കൊടുക്കുക. ഹൻ്റെ മഖ്റജ് വസത്തുൽ ഹൽക്കാണ്, സൗണ്ടിനെ വ്യക്തമാക്കി കൊടുക്കുക. യാമദ് കൂടെ വന്നു, 2 കൗണ്ട് നീട്ടിക്കൊടുക്കുക. സുഇറത് അയിനിന് ശബ്ദ വന്നു, 2 ഹർഫുകൾ ഉച്ചരിക്കുന്ന കനം കൊടുക്കുക. റോ ഫതഹയാണ്, ഉയർത്തി ഉച്ചരിച്ച് കൊടുക്കുക. അവസാനത്തിൽ കൽക്കലയുടെ ലെറ്റർ അല്ലാത്തത് കൊണ്ട് ഹാഫ് സുക്കൂന് കൊടുത്തിട്ട് നിർത്തുക. ഓക്കെ. വഇദൽ ജന്നതു ഉസ്ലിഫത്. വഇദൽ ജന്ന വാവ് ഉച്ചരിക്കുമ്പോൾ ഇവിടെയും ചുണ്ടുകളൊന്ന് സർക്കിൾ ചെയ്ത് കൊടുക്കുക. ദാലിൻ്റെ കൂടെയുള്ള അലിഫ് മദ്ദിനെ കട്ട് ചെയ്തിട്ട് ഉച്ചരിക്കുക. ലാമ് കൽക്കലയുടെ ലെറ്റർ അല്ലാത്തത് കൊണ്ട് ഹാഫ് സുക്കൂന് കൊടുക്കുക. ജന്നതു നൂനിന് ശബ്ദ അഖ്മൽ ഉന്ന നല്ലോണം മണിച്ചു കൊടുക്കുക. ഉസ്ലിഫത് ഹംസ അഖ്സൽ ഹൽക്കിൽ നിന്നാണ് പുറപ്പെടുന്നത്, സൗണ്ടിന് വ്യക്തമാക്കി കൊടുക്കുക. സായ് ഉച്ചരിക്കുമ്പോൾ അസ് ആ ഒരു സൗണ്ടിൽ തന്നെ ഉച്ചരിക്കാൻ ശ്രദ്ധിക്കുക. നമ്മുടെ നാവിൻ്റെ അറ്റം താഴെ മുൻപല്ലിൻ്റെ ഉൾവശത്ത് വെച്ചിട്ട് ഉച്ചരിക്കുക കേട്ടോ. ലൈറ്റ് ആക്കിയിട്ട് ഉച്ചരിക്കുക. മേലെ മുൻപല്ലിൻ്റെ അറ്റം താഴെ ചുണ്ടിൻ്റെ ഉൾവശത്ത് വെക്കുക. താക്ക് സുക്കൂനാവുമ്പോൾ ഹാഫ് സുക്കൂന് കൊടുക്കാൻ ശ്രദ്ധിക്കുക. അലിമത് നഫ്സും മാ അഹ്വറത്. അലിമത് നഫ്സും മാ അതിൻ്റെ മഖ്റജ് വസത്തുൽ ഹൽക്കാണ്, സൗണ്ടിനെ വ്യക്തമാക്കി കൊടുക്കുക. താ സുക്കൂനാണ്, കൽക്കലയുടെ ലെറ്റർ അല്ലാത്തത് കൊണ്ട് ഹാഫ് സുക്കൂന് കൊടുക്കുക. എയർ പാസ് ചെയ്യണ സൗണ്ടും കൊടുക്കുക കേട്ടോ. അലിമത് അലിമത് നഫ്സും മാ ഫാക്കും കൽക്കലയുടെ ലെറ്റർ അല്ലാത്തത് കൊണ്ട് ഹാഫ് സുക്കൂന് കൊടുക്കുക. സീനിന് വൊമ്മ തെൻവീന് വന്നു. തെൻവീനിന് ശേഷം ഇദാം ബഉന്നയുടെ അക്ഷരമായിട്ടുള്ള മീമ് വന്നു. തെൻവീനിന് മീമിലേക്ക് ലയിപ്പിച്ചിട്ട് ഉണ്ണയോട് കൂടി ഓതി കൊടുക്കുക. മീമിൻ്റെ കൂടെ അലിഫ് മദ് വന്നു. മദ്ദക്ഷരത്തിന് ശേഷം അടുത്ത വേർഡിലായിട്ട് ഹംസയും വന്നു. മദ് ജായിസ് മുൻഫസിൽ 2 or 4 ഹർക്കത്ത് നീട്ടി പാരായണം ചെയ്ത് കൊടുക്കുക. ഹാൻ്റെ മഖ്റജ് വസത്തുൽ ഹൽക്കാണ്, സൗണ്ടിനെ വ്യക്തമാക്കുക. കൽക്കലയുടെ ലെറ്റർ അല്ലാത്തത് കൊണ്ട് ഹാഫ് സുക്കൂന് കൊടുക്കുക. അഹ്വറത് വാ ഇസ്തിഅലാൻ്റെ ലെറ്ററാണ്, ഇത്ബാഖിൻ്റെ ലെറ്ററും കൂടിയാണ്. തഫ്ഹീം ചെയ്യുക. അതോടൊപ്പം തന്നെ നാവിൻ്റെ ബാക്ക് നല്ലോണം മുകളിലേക്ക് ഉയർത്തി കൊടുക്കുക. റാ ഫതഹയാണ്, ഉയർത്തി ഉച്ചരിച്ച് കൊടുക്കുക. അവസാനത്തിൽ കൽക്കലയുടെ ലെറ്റർ അല്ലാത്തത് കൊണ്ട് ഹാഫ് സുക്കൂന് കൊടുത്തിട്ട് നിർത്തുക. ഓക്കെ. فلا أقسم بالخنس. ലൈറ്റ് ആക്കിയിട്ട് ഉച്ചരിക്കുക. ലാമിൻ്റെ കൂടെ മദ് വന്നു. മദ്ദക്ഷരത്തിന് ശേഷം അടുത്ത വേർഡിലായിട്ട് ഹംസയും വന്നു. മദ് ജായിസ് മുൻഫസിൽ 2 or 4 കൗണ്ട് നീട്ടി പാരായണം ചെയ്യുക കേട്ടോ. ഫലാ ഉഖ്സിമു ഖാഫ് ഇസ്തിഅലാൻ്റെ ലെറ്ററാണ്, തഫ്ഹീം ചെയ്യുക. കൽക്കലയുടെ ലെറ്ററും കൂടി ആയതുകൊണ്ട് സുക്കൂനാവുമ്പോൾ ഫുൾ സുക്കൂന് കൊടുക്കാൻ ശ്രദ്ധിക്കുക. ബിൽ ഖുന്നസ് ലാമ് കൽക്കലയുടെ ലെറ്റർ അല്ലാത്തത് കൊണ്ട് ഹാഫ് സുക്കൂന് കൊടുക്കുക. ഹ ഇസ്തിഅലാൻ്റെ ലെറ്ററാണ്, തഫ്ഹീം ചെയ്യുക. ഖുന്നസ് നൂനിന് ശബ്ദ അഖ്മൽ ഉന്ന നല്ലോണം മണിച്ചു കൊടുക്കുക. സീനിന് സുക്കൂനിട്ട് നിർത്തുമ്പോൾ ഹാഫ് സുക്കൂന് കൊടുക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ.
അൽ ജവാരിൽ കുന്നസ്. ഇവിടെ ഹംസത്തുൽ വസ്ൽ തുടക്കത്തിൽ വന്നു. ഹംസത്തുൽ വസ്ലിന് ശേഷം ലാമ് വന്നതുകൊണ്ട് ഹംസത്തുൽ വസ്ലിന് ഫതഹ കൊടുത്തിട്ട് ഉച്ചരിക്കുക. ഹംസത്തുൽ വസ്ൽ ഒരു വേർഡിൻ്റെ ആദ്യത്തിൽ വരുമ്പോൾ മാത്രമാണ് നമ്മൾ പ്രൊനൗൺസ് ചെയ്യുന്നത്. ഇവിടെ ഹംസത്തുൽ വസ്ൽ വേർഡിൻ്റെ ആദ്യത്തിൽ വന്നു, ശേഷം ലാമും വന്നു. ലാമ് കൽക്കലയുടെ ലെറ്റർ അല്ലാത്തത് കൊണ്ട് ഹാഫ് സുക്കൂന് കൊടുക്കാൻ ശ്രദ്ധിക്കുക. ജവാരിൽ കുന്നസ്. വാവിൻ്റെ കൂടെ അലിഫ് മദ് വന്നു, 2 കൗണ്ട് നീട്ടിക്കൊടുക്കുക. റോ കെസ്ര ആയതുകൊണ്ട് താഴ്ത്തി ഉച്ചരിച്ച് കൊടുക്കുക. ലാമ് കൽക്കലയുടെ ലെറ്റർ അല്ലാത്തത് കൊണ്ട് ഹാഫ് സുക്കൂന് കൊടുക്കുക. നൂനിന് ശ്രദ്ധ വന്നു, അഖ്മൽ ഒന്ന നല്ലോണം മണിച്ചെടുക്കുക. സീനിന് ഹാഫ് സുക്കൂന് കൊടുത്തിട്ട് നിർത്തുക. ഓക്കെ. വല്ലൈലി ഇദാ അസ്അസ്. വല്ലൈലി. വാവ് ഉച്ചരിക്കുമ്പോൾ ചുണ്ടുകളൊന്ന് വട്ടത്തിൽ പിടിച്ചു കൊടുക്കുക. ലാമിന് ശ്രദ്ധ വന്നു, 2 ഹർഫുകൾ ഉച്ചരിക്കുന്ന കനം കൊടുക്കുക. വല്ലൈലി ഇദാ. ഹംസ ക്ലിയർ ആക്കണേ. അഖ്സൽ ഹൽക്കാണ് മഖ്റജ്. ദാലിൻ്റെ കൂടെയുള്ള അലിഫ് മദ്ദിന് 2 കൗണ്ട് നീട്ടിക്കൊടുക്കുക. അസ് അസ്. ഐനിൻ്റെ മഖ്റജ് വസത്തുൽ ഹൽക്കാണ്. 2 ഐനിൻ്റെയും ശ്രദ്ധിക്കുക, ഹംസയായി പോവാതെ ശ്രദ്ധിക്കുക. അവസാനത്തിൽ സീന് കൽക്കലയുടെ ലെറ്റർ അല്ലാത്തത് കൊണ്ട് സുക്കൂന് കൊടുക്കുമ്പോൾ ഹാഫ് സുക്കൂന് കൊടുക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ. വസ്സുബ്ഹി ഇദാ തനഫസ്. വസ്സുബ്ഹ്. വാവ് ഉച്ചരിക്കുമ്പോൾ ചുണ്ടുകളൊന്ന് സർക്കിൾ ചെയ്ത് കൊടുക്കുക. സ്വാദ് ഇസ്തിഅലാൻ ലെറ്ററാണ്, തഫ്രീം ചെയ്യുക. ഇത്ബാഖിൻ്റെ ലെറ്ററും കൂടിയാണ്. നാവിൻ്റെ ബേക്ക് നല്ലോണം മുകളിലേക്ക് ഉയർത്തി കൊടുക്കുക. ശ്രദ്ധ വന്നു, 2 ഹർഫുകൾ ഉച്ചരിക്കുന്ന കനം കൊടുക്കുക. ബ കൽക്കലയുടെ ലെറ്റർ ആയതുകൊണ്ട് ഫുൾ സുക്കൂന് കൊടുക്കുക കേട്ടോ. വസ്സുബ്. വസ്സുബഹി. എൻ്റെ മഖ്റജ് വസത്തുൽ ഹൽക്കാണ്. സൗണ്ടിനെ ക്ലിയർ ആക്കിയിട്ട് ഉച്ചരിക്കുക. ഇദാ തനഫസ്. ദാലിൻ്റെ കൂടെയുള്ള അലിഫ് മദ്ദിന് 2 കൗണ്ട് നീട്ടിക്കൊടുക്കുക. ദാൽ ഉച്ചരിക്കുമ്പോൾ ലൈറ്റ് ആക്കിയിട്ട് ഉച്ചരിക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ. നമ്മുടെ നാവിൻ്റെ അറ്റം മേലെ മുൻപല്ലിൻ്റെ അറ്റത്ത് കൊണ്ടുവച്ചിട്ട് ഉച്ചരിക്കുക. തനഫസ്. ഫ ലൈറ്റ് ആക്കുക. ശ്രദ്ധ വന്നിട്ടുണ്ട്, 2 ഹർഫുകൾ ഉച്ചരിക്കുന്ന കനം കൊടുക്കുക. അവസാനത്തിൽ സീനിന് ഹാഫ് സുക്കൂന് കൊടുത്തിട്ട് നിർത്തുക. ഇന്നഹു ലഖൗലു റസൂലിൻ കരീം. ഇന്നഹു. നൂനിന് ശ്രദ്ധ, അഖ്മൽ ഊന്ന നല്ലോണം മണിച്ചൊടുക്കുക. ഹ ഒമീറിന് ശേഷം വാവു സൈറ വന്നു, 2 കൗണ്ട് നീട്ടിക്കൊടുക്കുക. ലഖൗലു. ഖാഫ് ഇസ്തിഅലാൻ ലെറ്ററാണ്, തഫ്രീം ചെയ്യുക. വാവു ചരിക്കുമ്പോൾ ചുണ്ടുകളൊന്ന് സർക്കിൾ ചെയ്ത് കൊടുക്കുക. റസൂലിൻ കരീം. റോ ഫതഹയാണ്, ഉയർത്തി ഉച്ചരിച്ച് കൊടുക്കുക. സീനിൻ്റെ കൂടെ വാവ് മദ് വന്നു, 2 കൗണ്ട് നീട്ടിക്കൊടുക്കുക. ലാമിന് കെസ്ര തെൻവീന് വന്നു. തെൻവീനിന് ശേഷം ഇഖ്ഫാൻ്റെ അക്ഷരമായിട്ടുള്ള കാഫ് വന്നു. തെൻവീനിനെ മറച്ച് വെച്ചിട്ട് മണിച്ചോതി കൊടുക്കുക കേട്ടോ. റസൂലിൻ കരീം. റോ കെസ്രയാണ്, താഴ്ത്തി ഉച്ചരിച്ച് കൊടുക്കുക. അവസാനത്തിൽ മദ് ആരതിൽ വഖഫ് ചെയ്യുമ്പോൾ 2, 4, 6 ഹർക്കത്ത് നീട്ടി വഖഫ് ചെയ്യും. അപ്പോൾ ഇവിടെ വെച്ചിട്ട് നിർത്താം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.